ഹലോ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 24 എനിക്ക് 31 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 30 കടന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 31 എന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. എന്തായാലും രാവിലെ എനിക്കിഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു വീട്ടിൽ. ആക്ച്വലി എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ തലേന്ന് ഞാനിങ്ങനെ ചുമ്മാ എന്താ നാളെ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ ഓർത്തു. രാവിലെ ആയപ്പം അച്ഛൻ ആസ് യൂഷ്വൽ എന്താ ഉണ്ടാക്കാനുള്ളത് എന്ന് നോക്കി വന്നതല്ലാതെ എന്നെ ഒന്ന് വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർക്കാനോ ഒന്നും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മേ ബി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദം, ബട്ട് ഐ കൺസിഡർ മൈസെൽഫ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഞാൻ ഭയങ്കര പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കാണാൻ ആഗ്രഹമുള്ള കുറച്ച് ആളുകൾ, എനിക്ക് ഈ ഒരു ബർത്ത്ഡേക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാത്തതുകൊണ്ട് ഉള്ള ദിവസം എങ്ങനെ കൊണ്ടാടാം എന്നൊരു ആലോചനയിൽ ഞാൻ ഒടുവിൽ കുറച്ച് സന്തോഷങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എന്നിടത്തിലെത്തിയിരിക്കുകയാണ് നമ്മുടെ പുതിയ ഫോം. ആൻഡ് ശീതൾക്ക് നമ്മൾ ലഡുവൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഈ ഒരു ഡേ. വേറെ പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളൊന്നും പ്ലാനിലുണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് വെൻ ദേ ഡയറക്റ്റ്ലി. അവർക്കും ക്ലൂ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ചെല്ലും എന്നുള്ളത്. പക്ഷേ എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ട് അവർക്ക് അറിയാമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാം എന്ന് പ്ലാനാക്കി ചെയ്തുള്ളൂ. ഇപ്പം എൻ്റെ ഇടത്തിൽ കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റാഫുണ്ട്, ഇൻറ്റേൺസ് ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. താങ്ക് യു. ഇതാരത്? പാടിക്കോ പാടിക്കോ. സന്തോഷായി. പാടൊന്നൂടെ പാട് 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 പാടിയിട്ട് നീ ഫോൺ എടുത്താൽ മതി. പാട് പാട്. ആ പാട്. അല്ല പറ. അതെ. എനിവേസ് ദാറ്റ് മെയ്ഡ് മൈ ഡേ, അല്ലെങ്കിൽ എൻ്റെ ഡേൻ്റെ ഒരു ബിഗിനിങ് അവിടെ നിന്ന് തന്നെയായി. ഇനി അങ്ങോട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ ഒരു യാത്ര പോവുകയാണ്. ആൻഡ് ഡെസ്റ്റിനേഷൻ പ്രീ പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഒരു സ്ഥലത്ത് പോകണം എന്നുള്ളത്. പക്ഷേ അത് ഒരിക്കലും സാധ്യമാകുമെന്ന് വിചാരിച്ചല്ല. അപ്പം എൻ്റെ വേറെ കുറച്ച് പ്ലാൻസൊക്കെ മാറിയപ്പം ഐ തോട്ട് ഓക്കെ ദെൻ വൈ നോട്ട് മേക്ക് ഇറ്റ് ഹാപ്പൻ ടുഡേ. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പുറപ്പെടുന്നത്. ആ മറുപടി കുറച്ച് മ്ലേച്ഛമായിരുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അവിടെ ഒരു കേക്ക് കട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. Still I wanted a cake cutting, and this is കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം, this is ഏഴാറ്റുമുഖം. അവിടെയാണ് ആദ്യത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു ഷാനു, ഹാപ്പി ബർത്ത്ഡേ ടു ദേവു. ഊതി കിടത്ത്. ഊതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് cheers to 31 years of my life. ഹാപ്പി ബർത്ത്ഡേ. ടക 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 ടക. ഏഴാറ്റുമുഖത്തിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ തിരിക്കുകയാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഊണൊക്കെ കഴിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. ഈ വെള്ളച്ചാട്ടവും കണ്ട് ഊണ് കഴിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ് ദിസ് ഇസ് ആതിരപ്പള്ളി. ആതിരപ്പള്ളിയിൽ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും ഞാൻ കാക്കുനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പല ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് തനിയാണെങ്കിലും ഞാനൊരു ദിവസം പോകുമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ അല്ലേ? അപ്പോൾ പിന്നെ ഇപ്പോഴായിരിക്കാം എനിക്ക് അതിനുള്ള സമയമായത്. എന്തായാലും എൻ്റെ 30ാമത്തെ ബർത്ത്ഡേ വലിയ ഭംഗിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് 31ാമത്തെ ബർത്ത്ഡേ ഞാൻ ഭംഗിയാക്കാൻ തന്നെ വിചാരിച്ചു. കുട്ടി കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഐ ആം ജസ്റ്റ് എൻജോയിങ് ദിസ് ഡേ. യെസ്, ഫൈനലി ഐ റീച്ച് ദേർ.
ആൻഡ് ഇറ്റ് ഫെൽ സോ പീസ്ഫുൾ. സാധാരണ എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആളും ബഹളവും ഒക്കെ ആയിട്ട് തലേന്ന് രാത്രി തൊട്ട് അങ്ങനെ. At this time, it's I, me, myself, with my beloved one. തിരിഞ്ഞു നോക്ക്. ആൻഡ് ഇനി നടന്നോ. അത് കാണിച്ചിട്ടില്ല കേട്ടാ. നിക്ക്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ് എനിക്ക് ഒരു ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് ഗിഫ്റ്റോ അല്ലെങ്കിൽ ബഹളങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഭയങ്കര സിമ്പിളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ ഫോർ ഓൾ ദി വിഷസ്.